നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ചില അപകീർത്തികരമായ പ്രസ്താവനകളെ തുടർന്നാണ് അല്ലെങ്കിൽ പരാമർശങ്ങളെ തുടർന്നാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇതൊന്നും സ്വാഭാവികമായി സംഭവിച്ചതല്ല, മറിച്ച് അവിടെ പുതുതായി അധികാരമേറ്റ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന്റെ ചില ചൈനീസ് അനുകൂല നയങ്ങളുടെ പ്രതിഫലനമാണ് എന്നുള്ളത് ലോകത്തിന് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും മാലിദ്വീപിൽ ഇതിനു മുൻപുണ്ടായിരുന്ന ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്ന ഒരു നയമേ അല്ല മുഹമ്മദ് മുയ്സു എന്ന ഭരണാധികാരി പിന്തുടരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ഭരണാധികാരികളും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു പ്രവർത്തിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് മുയ്സു ചൈനയോടാണ് കൂടുതൽ ചായ്വ് കാണിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും തങ്ങൾ നേടിയെടുക്കുമെന്ന തരത്തിൽ തന്നെയാണ് മുയ്സു ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ മുയ്സുവിന്റെ ഒരു പരാമർശത്തിനെതിരെ മുൻ മാലിദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മുയ്സുവിന്റെ പരാമർശം ഇത്തരത്തിലായിരുന്നു: മാലിദ്വീപിലെ ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കും എന്നുള്ളത്. ഈ ഒരു അവകാശവാദത്തിൽ യാതൊരു കഴമ്പുമില്ല. കാരണം ഇതിലെ ആ സംഖ്യ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാലിദ്വീപിൽ സായുധരായ വിദേശ സൈനികർ നിലയുറപ്പിച്ചിട്ടില്ല എന്നും ദ്വീപ് രാഷ്ട്രത്തിൽ വിദേശ സൈനികരുടെ എണ്ണം പോലും കൃത്യമായി പറയാൻ കഴിയാത്തത് മുയ്സു സർക്കാരിന്റെ കഴിവില്ലായ്മയാണ് എന്നുമാണ് ഷാഹിദ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലാണ് മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈനികരെ നീക്കം ചെയ്യുമെന്നത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി തന്നെ പയറ്റിക്കൊണ്ട് അല്ലെങ്കിൽ വോട്ടർമാർക്ക് അത്തരത്തിലുള്ള വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് മുയ്സു അധികാരത്തിലേറിയത്. നിലവിൽ ഡോർണിയൽ 228 മാരിടൈം പെട്രോൾ വിമാനങ്ങളും 2 AHL ദ്രൂപ് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ 70ഓളം ഇന്ത്യൻ സൈനികരും മാലിദ്വീപിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരുമായി ഇതിനിടയിൽ സജീവമായ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതനുസരിച്ച് 3 വ്യോമയാന പ്ലാറ്റ്ഫോമുകളിലെ സൈനിക ഉദ്യോഗസ്ഥരെ 2024 മാർച്ച് 10 മുൻപായി പിൻവലിക്കുമെന്നും അവശേഷിക്കുന്ന 2 പ്ലാറ്റ്ഫോമുകളിലെ സൈനികരെ 2024 മെയ് 10 മുൻപായി പിൻവലിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മുയ്സു ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരെ മാലിദ്വീപിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞതിനെതിരെയാണ് ഈ മുൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. മാലിദ്വീപിൽ ഇന്ത്യക്ക് ആകെ ഉള്ളത് വിരലിലെണ്ണാവുന്ന അത്രയും സൈനികർ മാത്രമാണ്. അതും സായുധരായ സൈനികരല്ല, മറിച്ച് അവിടുത്തെ എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്പറേറ്റർമാർ തന്നെയാണ് നിലവിൽ മാലിദ്വീപിലുള്ളത്. എന്തായാലും ജനങ്ങൾ ഉൾപ്പെടെ മുയ്സുവിനെതിരെ തിരിയുന്ന മറ്റൊരു കാഴ്ച കൂടി മാലിദ്വീപിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം മാലിദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ടൂറിസം തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാലിദ്വീപിലേക്കുള്ള യാത്രകൾ വേണ്ട എന്ന് വെക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിൻ പോലും സജീവമായിരുന്നു. 80% ആളുകളും ഈ ടൂറിസത്തെ ആശ്രയിച്ചുകൊണ്ടാണ് മാലിദ്വീപിൽ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സഞ്ചാരികൾ എത്താത്തത് മാലിദ്വീപിനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. അതിന് പകരമായി ചൈനയിൽ നിന്നും സഞ്ചാരികൾ എത്തുമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെയും അത് കാര്യമായ ഒരു നേട്ടം മാലിദ്വീപിന് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാരണം ഏറ്റവും അധികം സഞ്ചാരികൾ ഇന്ത്യയിൽ നിന്ന് തന്നെയായിരുന്നു മാലിദ്വീപിൽ ഈ കാലം അത്രയും എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് മുയ്സുവിനെതിരെ ജനങ്ങൾ കൂടി തിരിയുന്ന ഒരു കാഴ്ചയ്ക്ക് ഈ കാലയളവിൽ മാലിദ്വീപ് സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.